ゴジラ-1 2023 പുറത്തിറങ്ങിയ ജാപ്പനീസ് മൂവിയാണ് ഗോഡ്സില്ല -1. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഗോഡ്സില്ല -1 എന്ന ഈ സിനിമയ്ക്ക് ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സിനുള്ള ഓസ്കാർ വരെ കിട്ടിയിട്ടുണ്ട്. വെറും 15 മില്യൺ ആണ് ഈ സിനിമയുടെ ബഡ്ജറ്റ്. ഏകദേശം 116 മില്യൺ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാൻ ഗോഡ്സില്ല -1 സാധിച്ചു. എന്തായാലും ഇന്ത്യയിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തില്ല. ഇപ്പോൾ ഇതിന്റെ ബ്ലൂറേ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതും ജപ്പാനില്. വേൾഡ് വാർ 2 സമയത്താണ് ഇതിന്റെ കഥ നടക്കുന്നത്. ടൈറ്റനായ ഗോഡ്സില്ലയ്ക്കും അതേപോലെ തന്നെ മറ്റ് ഹ്യൂമൻ ക്യാരക്ടേഴ്സിനും ഒരുപോലെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. സ്കിഷ്മ എന്ന ഒരു ചെറുപ്പക്കാരനായ പൈലറ്റിന്റെ കഥ കൂടെ ഗോഡ്സില്ല -1 പ്രധാനമായിട്ടും കാണിച്ചു പോകുന്നുണ്ട്. ഗോഡ്സില്ല കാരണം തനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ദിവസേന തന്നെ വേട്ടയാടുന്നു. അതിന് ഒരു പരിഹാരം എന്ന വണ്ണം ഗോഡ്സില്ലയെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ അവനും അവന്റെ കൂട്ടുകാരും തീരുമാനിക്കുന്നതൊക്കെയാണ് ഈ സിനിമയുടെ പ്രധാന പ്ലോട്ട്. നമ്മള് മോൺസ്റ്റർ വേഴ്സിൽ കണ്ട ഗോഡ്സില്ലയുടെ എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗോഡ്സില്ലയാണ് ഗോഡ്സില്ല -1 ഉള്ളത്. ഒരു പക്ക വില്ലൻ കഥാപാത്രമാണ് ഈ ഗോഡ്സില്ല. ഗോഡ്സില്ലയുടെ ഓവറോൾ ലുക്ക് ഒക്കെ കൊള്ളാം, പൊളിയാണ്. പക്ഷെ ഗോഡ്സില്ലയുടെ മൂവ്മെന്റ് ഒക്കെ അത്ര അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു റോബോട്ട് നടക്കുന്ന പോലെ എനിക്ക് തോന്നി. ഒരു മോൺസ്റ്റർ മൂവി എന്ന രീതിയിൽ നോക്കിയാൽ ഈ ഒരു സിനിമ മൊത്തത്തിൽ പെർഫെക്റ്റ് ആണ്. വളരെ നല്ല സ്റ്റോറി ലൈനും വിഷ്വൽ എഫക്ട്സും. അതെ, വിഷ്വൽ എഫക്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അതായത് ഗോഡ്സില്ല ജപ്പാനിലേക്ക് വരുന്നതും ഒരു എൻറ്റയർ ടൗൺ തന്നെ ഇല്ലാതാക്കുന്നതുമായിട്ടുള്ള ഒരു സീനുണ്ട്. ഇത്രയധികം റിയലിസ്റ്റിക് ആയിട്ട് ഈ സീനൊക്കെ എടുത്തു വെച്ചേക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിശയം തോന്നിപ്പോയി. കാരണം ഇവിടുത്തെ ഒരു ഹൈ ബഡ്ജറ്റ് ബോളിവുഡ് പടത്തിന് പോലും ഈ ഒരു സീന്റെ അത്ര ക്വാളിറ്റി ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അതിഗംഭീരം. സോ ഗൈസ്, ഗോഡ്സില്ല -1 കണ്ടവരുണ്ടെങ്കിൽ ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.